ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹയർ കോൺഷ്യസിനെ കുറിച്ചാണ്. ഉയർന്ന തലത്തിൽ ബോധത്തിലെത്തിയ ഒരു വ്യക്തിയുടെ ഭാവം എന്തായിരിക്കും? സാധാരണ ബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഞാൻ എൻ്റേത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവും. എൻ്റെ കൂടുള്ളത് എൻ്റേത് എന്തെല്ലാം, ഏതെല്ലാം സാധനങ്ങളാണ്, എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഭയങ്കരമായ ഉത്കണ്ഠയുണ്ടാവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആസ്ട്രോളജിക്ക് ഓടിപ്പോകുന്നത്. അതുപോലെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സ്മരണ വന്നു കഴിയുമ്പോൾ അതിനകത്തിൽ ദുഃഖവും അതുപോലെ തന്നെ സന്തോഷവും, അതിൽ കിടന്ന് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ഈ ചിന്തകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഉയർന്ന കോൺഷ്യസിൽ വന്ന ഒരു വ്യക്തിക്ക് പ്രസന്റ് മൂവ്മെന്റ്, അതായത് ആ നിമിഷത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. പഴയതിനെ കുറിച്ചുള്ള ചിന്തയില്ല, വരാൻ പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയില്ല. അങ്ങനെ എത്തപ്പെടുന്ന തലത്തിൽ എത്തിക്കഴിയുന്ന വ്യക്തിക്കാണ് ഹയർ കോൺഷ്യസിൽ എത്തുക എന്ന് പറയും. ഇത് കൂടാതെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളിലെയും ജീവൻ, അതായത് ചൈതന്യം ഒന്നാണെന്നുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടെയും തുല്യഭാവത്തിൽ സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാവും. അതൊരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും വേദനാജനകമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വേദന ഏറ്റെടുക്കാതെ അവരെ ഏകതരത്തിൽ സഹായിക്കാൻ പറ്റും എന്നുള്ള തലത്തിൽ ചിന്തയുണ്ടാവും. ഇതൊക്കെ കൂടാതെ അഹംഭാവത്തിൻ്റെ തകർച്ച താഴേക്ക് വരും, ഇഗോ കുറയും. അതുപോലെ താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ എല്ലാം എൻ്റേതാണ് എന്ന ചിന്ത ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹയർ കോൺഷ്യസിനെ കുറിച്ചാണ്. ഉയർന്ന തലത്തിൽ ബോധത്തിലെത്തിയ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം.